അർജുൻ പീതാംബരൻ ചേരുന്നു. അർജുൻ, രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? എത്രയും പെട്ടെന്ന് ഇവരെ രക്ഷിക്കാൻ കഴിയുമെന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? മോദി ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം ഫയർഫോഴ്സ് പറയുന്നതനുസരിച്ച് രാവിലെ 5:30 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. അതിനുശേഷം കുടുങ്ങിക്കിടക്കുന്നവരാണ്. അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോഴും അവരെ ജീവനോടുകൂടി തന്നെ ആ പ്രദേശത്ത് നിന്നും പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം അവിടെയുള്ളവർക്കുണ്ട്. പ്രധാനമായിട്ടും നാട്ടുകാരും NDRFും അതുപോലെ തന്നെ ഫയർഫോഴ്സുമാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ച് രംഗത്തുള്ളത്. ഈ വസന്ത് വിഹാറിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടമുണ്ടായിരുന്നു. ആ കെട്ടിടത്തിനോട് ചേർന്ന് തന്നെ ഒരു മതിലും നിൽക്കുന്നുണ്ടായിരുന്നു. ഈ കനത്ത മഴ ഉണ്ടായിരുന്നപ്പോൾ ആ കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിലേക്ക് വെള്ളം ഇരിച്ച് കയറി അതിൻ്റെ തൊട്ട് തന്നെ ഉണ്ടായിരുന്ന ആ ഒരു മതിൽ അത് അപ്പാടെ തകർന്നു വീണു. അങ്ങനെയാണ് ഈ 3 പേരും അതിനകത്തേക്ക് കുടുങ്ങിപ്പോയത്. ആ തൊഴിലാളികൾ എന്ന് പറയുന്ന ഈ കെട്ടിടത്തിന് തന്നെ മറ്റ് അറ്റകുറ്റപ്പണികളും അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരുന്ന തൊഴിലാളികളാണ്. അവർ ആ കെട്ടിടത്തിന് തൊട്ടടുത്തായിട്ട് ചെറിയ കുടിലുകളിലായിരുന്നു താമസിച്ച് വരുന്നത്. ഈ വെള്ളം ഇരച്ച് കയറിയ സമയത്ത് അവർക്ക് പുറത്തേക്ക് ഇറങ്ങി ഓടാനോ, പ്രത്യേകിച്ചും രാവിലെയുള്ളൊരു സമയമായിരുന്നു, പുറത്തേക്ക് ഇറങ്ങി ഓടാനൊന്നും സാധിച്ചില്ല. മാത്രമല്ല ഈ മതിൽ ഇടിഞ്ഞു വീണതോടെ അവർ അതിനകത്ത് അകപ്പെട്ട് പോവുകയായിരുന്നു. ഇപ്പോൾ കൂടുതൽ ഈ സുരക്ഷാ സംഘം അടക്കം പ്രദേശത്തേക്ക് വന്ന് ഇവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ടബെല്ലാം കൊണ്ടുവന്ന് കയറ് കെട്ടി വെള്ളത്തിൻ്റെ അടിയിലടക്കം പരിശോധിക്കുകയാണ്. അതല്ലാതെ പുറത്തേക്ക് അവർ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം അടക്കം ഇപ്പോൾ പോലീസും പരിശോധിച്ചുകൊണ്ടിരിക്കും. എന്തായാലും ഒരു ആശങ്ക. ഏതായാലും കനത്ത മഴയാണ് ഡൽഹിയിൽ, അതിലാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്.